ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിച്ചതിന് പകരമായി 2 തലകൾക്ക് വിലയിട്ട് ഇറാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും തലയ്ക്കാണ് ഇറാൻ വിലയിട്ടിരിക്കുന്നത്. രണ്ടുപേരെയും വധിക്കുന്നവർക്ക് $58 മില്യൺ പാരിതോഷികം പ്രഖ്യാപിക്കാനുള്ള നീക്കം. ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ കമ്മിറ്റി ചെയർമാൻ എബ്രാഹിം അസീസി വ്യക്തമാക്കിയതാണ് ഈ വിവരങ്ങൾ. ട്രംപിനെയും നെതന്യാഹുവിനെയും വധിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് 50 ദശലക്ഷം യൂറോ, ഏകദേശം $58.23 ദശലക്ഷം പാരിതോഷികം നൽകുന്നത് സംബന്ധിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സൈനിക സുരക്ഷാ സേനകളുടെ പ്രത്യാക്രമണം എന്ന ബിൽ തയ്യാറാക്കാനുള്ള നീക്കത്തിലാണ് കമ്മിറ്റിയെന്ന് അസീസി പറയുന്നു. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിച്ചതിനുള്ള പ്രതികാരമാണിത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിനെ വധിക്കുന്നവർക്കും പാരിതോഷികമുണ്ട്. ട്രംപിനെയും നെതന്യാഹുവിനെയും ഇല്ലാതാക്കുന്നവർക്ക് $50 മില്യൺ സമ്മാനം പ്രഖ്യാപിച്ച് ഇറാൻ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൈബർ വാർഫെയർ ഗ്രൂപ്പായ ഹംത്ലയും നേരത്തെ രംഗത്തെത്തിയിരുന്നു. US നീതിന്യായ വകുപ്പ് ഈ സംഘടനയിലെ അംഗങ്ങളെ പിടികൂടുന്നവർക്ക് $10 മില്യൺ പാരിതോഷികം വാഗ്ദാനം ചെയ്തതിന് മറുപടിയായിരുന്നു പ്രഖ്യാപനം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ US മുന്നിൽ ഇറാൻ പുതിയ സമാധാന നിർദ്ദേശം മുന്നോട്ട് വച്ചതിന് പിന്നാലെയാണ് പാരിതോഷികത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ വഴിയാണ് ഇറാന്റെ സമാധാന നീക്കം. ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണം, മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകിട്ടണം, ഹോർമൂസ് കടലിടുക്കിന് മേൽ തങ്ങളുടെ നിയന്ത്രണം തുടരും തുടങ്ങിയ ആവശ്യങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ലെന്നാണ് സൂചന. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ എന്നിവരെയാണ് ഈ ബില്ലിലൂടെ ഇറാൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ട്രംപിനെയും നെതന്യാഹുവിനെയും നരകത്തിലേക്ക് അയക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്ന് ഇറാനിയൻ പാർലമെന്റ് അംഗം മഹമ്മൂദ് നബാവിയനും പ്രസ്താവിച്ചു. ഫെബ്രുവരി 28-ന് ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ അന്നത്തെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖമനയി കൊല്ലപ്പെട്ടതിലുള്ള പ്രതികാരമായാണ് ഈ നീക്കം. ഖമനയി വധത്തിൽ ഈ നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇറാൻ പാർലമെന്റിന് പുറമെ മറ്റു ചില ഇറാനിയൻ ഗ്രൂപ്പുകളും സമാന പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിൽ ട്രംപ് എന്ന ക്യാമ്പയിനായി $50 ദശലക്ഷം സമാഹരിച്ചതായും ഒരു ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ പുതിയ സംവിധാനം ഉണ്ടാക്കിയതായി ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി എന്നാണ് ഇതിന് പേര്. ഹോർമൂസ് കടലിടുക്കിലെ നടപടികളെയും പുതിയ സംഭവ വികാസങ്ങളെയും കുറിച്ച് PGSI സമയാസമയം വിവരം നൽകുമെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് അറിയിച്ചത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ നാവിക വിഭാഗവും ഇതേ കാര്യം എക്സിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ PGSI എന്താണ് ചെയ്യുക എന്ന കാര്യം വ്യക്തമല്ല. ഹോർമൂസ് കടലിടുക്കിന് മേൽ പരമാധികാരം പ്രയോഗിക്കുന്നതിനായി ഇറാൻ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തിരുന്നു. US-ഉം ഇസ്രായേലും ചേർന്ന് ഫെബ്രുവരി 28-ന് ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. ഏപ്രിൽ 8-ന് വെടിനിർത്തൽ പ്രാബല്യത്തിലായെങ്കിലും ഹോർമൂസിലെ സംഘർഷത്തിനായില്ല. അതുവഴി ഇറാന്റെ തുറമുഖത്തേക്ക് പോക്കുവരവ് നടത്തുന്ന കപ്പലുകളെ US നാവികസേനയും തടയുന്നു. ലോകത്തെ ഇന്ധന ഗതാഗതത്തിന്റെ 1/5 നടന്നിരുന്നത് ഹോർമൂസിലൂടെയാണ്. ഇത് അടച്ചതിനെ തുടർന്ന് ആഗോളതലത്തിൽ ഇന്ധന വിലക്കയറ്റം ഉണ്ടായിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് US മുന്നോട്ട് വെച്ച പുതിയ 5 പദ്ധതിക്ക് മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി ഇറാൻ തിങ്കളാഴ്ച മറുപടിയും നൽകി. ഏപ്രിൽ 8-ന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇത്തരത്തിൽ പലതവണ ഇരുപക്ഷവും സമാധാന നിർദ്ദേശങ്ങളും മറുപടിയും കൈമാറിക്കഴിഞ്ഞു. ഒരൊറ്റ ആണവ നിലയം മാത്രം നിലനിർത്തി ബാക്കിയുള്ളവ പൂട്ടണം, 440 കിലോഗ്രാം വരുന്ന സമ്പുഷ്ട യുറേനിയം US-ന് കൈമാറണം തുടങ്ങിയവ ഉൾപ്പെട്ടതാണ് ട്രംപ് സർക്കാർ മുന്നോട്ട് വെച്ച പുതിയ സമാധാന പദ്ധതി. അതിനിടെ സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ഒന്നും ശേഷിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. UAE-യിലും സൗദി അറേബ്യയിലും ഞായറാഴ്ച ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.